നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. സ്വന്തം വീടിനും പറമ്പിനും വേണ്ടി വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത് നമുക്കാർക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ല, അല്ലേ? എന്നാൽ കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇന്നും ഇതൊരു വലിയ പ്രശ്നമാണ്. വസ്തു തർക്ക പ്രശ്നം. വെറും ഒരു ആധാരം എഴുതിയാൽ മാത്രം സ്വത്ത് ഭാഗം വെക്കൽ പൂർത്തിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. 2025-26 വർഷത്തെ പുതിയ ബജറ്റ് നിയമങ്ങളും സ്റ്റാമ്പ് ഡ്യൂട്ടി പരിഷ്കാരങ്ങളും അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. കേരളത്തിലെ സ്വത്ത് വിഭജന നിയമങ്ങളെക്കുറിച്ചും 2025-26 സാമ്പത്തിക വർഷത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി മാറ്റങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. പാർട്ടീഷൻ ഡീഡ്, സെറ്റിൽമെന്റ് ഡീഡ് എന്നിവ തമ്മിലുള്ള വ്യത്യാസവും വിൽപത്രം ഇല്ലാതെ ഒരാൾ മരിച്ചാൽ സ്വത്ത് എങ്ങനെ അവകാശികൾക്ക് ലഭിക്കുമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിൽപത്രം സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ടൈം മീഡിയയിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ട് ഞങ്ങൾക്കത് വളരെ ഗുണപ്രദമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഇനി പറയുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1. കോടതി കയറാതെ, കേസാകാതെ എങ്ങനെ നിയമപരമായി ഉള്ള സ്വത്ത് ഭാഗിക്കാം. 2. സെറ്റിൽമെന്റ് ഡീഡും പാർട്ടീഷൻ ഡീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. 3. മക്കൾക്കും പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അവകാശങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്. വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം സംരക്ഷിക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ പലർക്കും സംശയമുള്ള കാര്യമാണ് സെറ്റിൽമെന്റ് ഡീഡും പാർട്ടീഷൻ ഡീഡും തമ്മിലുള്ള വ്യത്യാസം. പാർട്ടീഷൻ ഡീഡ് എന്നാൽ മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാകും, ഭാഗപത്രം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ പാർട്ടീഷൻ ഡീഡ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് സംയുക്ത ഉടമസ്ഥതയിലുള്ള സ്വത്ത് പരസ്പര സമ്മതത്തോടെ വീതിച്ചെടുക്കുന്ന രീതിക്കാണ് പാർട്ടീഷൻ ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഡ് വെറുതെ ഇരുന്ന് ചർച്ച ചെയ്ത് വസ്തു വാക്കാൽ വീതിച്ചിട്ട് മാത്രം കാര്യമില്ലെന്ന് ഓർക്കുക. ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിയമപരമായ സാധുത ഇതിന് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തതാണ് സെറ്റിൽമെന്റ് ഡീഡ്. അതിനെ നമ്മുടെ നാട്ടുഭാഷയിൽ ധനനിശ്ചയ ആധാരമെന്ന് പറയും. അപ്പോൾ പലർക്കും പിടിയിട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി തൻ്റെ സ്വത്ത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ തങ്ങൾക്കുള്ള സ്വത്ത് തങ്ങളുടെ മക്കൾക്ക് നൽകാൻ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന രീതി ഇതാണ്. ഇതിനുവേണ്ടി വരുന്ന ചെലവ് ഇനി എന്താണെന്ന് പറയാം, എത്രയാണെന്ന് പറയാം. കുടുംബാംഗങ്ങൾ തമ്മിലാണെങ്കിൽ ഭാഗപത്രത്തിന്, പാർട്ടീഷന് ഒരു ഓഹരിയുടെ ഓരോ 10,000-നും 15 രൂപ എന്ന നിരക്കിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. എന്നാൽ സെറ്റിൽമെന്റ് ഡീഡിന് വസ്തുവിന്റെ മൂല്യത്തിന്റെ 1% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 1% രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടതായി വരും. 2025-26 കേരള ബജറ്റിൽ ചില പ്രധാന മാറ്റങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഭൂമിയുടെ ന്യായവിലയിലുള്ള ഫെയർ വാല്യൂവിലുള്ള വർധനവാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ശതമാനത്തിൽ മാറ്റമില്ലെങ്കിലും ന്യായവില 15% വരെ വർദ്ധിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ആധാരത്തിന് അടയ്ക്കേണ്ട തുകയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കൂടാതെ ഭൂനികുതിയിൽ ലാൻഡ് ടാക്സിൽ 50% വർധനവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ എന്നതനുസരിച്ച് ഈ നിരക്കുകൾക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ട് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ രജിസ്ട്രേഷൻ വെബ്സൈറ്റിലോ പോയി പുതിയ ന്യായവില എത്രയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പലർക്കുമുള്ള ഒരു സംശയമാണ്, സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാൾ വിൽപത്രം എഴുതാതെ മരിച്ചാൽ അയാളുടെ സ്വത്ത് എങ്ങനെയാണ് വിഭജിക്കുക എന്നത്. ഇത് നിങ്ങളുടെ മതമനുസരിച്ചുള്ള വ്യക്തി നിയമങ്ങൾ പ്രകാരമാണ് നടക്കുക. ഹിന്ദു നിയമപ്രകാരമാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും തുല്യ അവകാശമാണ് ഈ സ്വത്തിലുള്ളത്. 2005 ഭേദഗതി നിയമപ്രകാരം പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ട്. ഇനി ക്രിസ്ത്യൻ നിയമപ്രകാരം ആണെങ്കിൽ ഭാര്യയ്ക്ക് 1/3 ഭാഗവും മക്കൾക്ക് ബാക്കി 2/3 ഭാഗവും ലഭിക്കും. മുസ്ലിം നിയമപ്രകാരം ഇതല്പം സങ്കീർണമാണ്. സാധാരണയായി ആൺമക്കൾക്ക് പെൺമക്കളുടെ ഇരട്ടി വിഹിതം ലഭിക്കും. എന്നാൽ മരിച്ചുപോയ മക്കളുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് അവകാശം ഉറപ്പാക്കാൻ 2026 പുതിയൊരു ബില്ല് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വത്ത് തർക്കം ഒഴിവാക്കാൻ എല്ലാ അവകാശികളും ഒത്തുചേർന്ന് ലോക് അദാലത്ത് വഴി പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇതിന് കോടതി ഫീസ് ആവശ്യമില്ല എന്നത് ഓർക്കുക. അതൊരു വലിയ നേട്ടവുമാണ്. ചുരുക്കത്തിൽ, സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ധൃതി കാണിക്കാതെ നിയമവശങ്ങൾ കൃത്യമായി പഠിക്കുക. ഒരു ആധാരമെഴുത്തുകാരൻ്റെയോ വക്കീലിൻ്റെയോ സഹായത്തോടെ മാത്രം രേഖകൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരം നിയമപരമായ അറിവുകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു സുപ്രധാന വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.